ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 8ാമത്തെ ചാപ്റ്ററായ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 4ാമത്തെ സെഷനാണ്. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ സെഷനിൽ നമ്മൾ കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷനാണ് പഠിച്ചത്. അതിനുശേഷം 2ഉം 3ഉം ചാപ്റ്ററിൽ നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ കുറിച്ച് ആദ്യം 2ാമത്തെ സെഷനിൽ പഠിച്ചു. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്നത് ഭൂമി എല്ലാത്തിനെയും പിടിച്ച് അട്രാക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവാൻ ഭൂമി ഉണ്ടാവണം അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാനറ്റ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഏത് രണ്ട് വസ്തുക്കൾ തമ്മിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവാം. മാസ് ഉണ്ടെങ്കിൽ ആ വസ്തുക്കൾ തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നു. അതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ അവിടെ പഠിച്ചായിരുന്നു 2ാമത്തെ സെഷനിൽ. 3ാമത്തെ സെഷനിൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്നും എങ്ങനെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വരുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. അതിനുശേഷം ആ സെഷൻ്റെ എൻഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെ മാറുന്നു. നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് ആലോചിക്കുമ്പോൾ തന്നെ 9.8 എന്നുള്ളൊരു വാല്യൂ ആണ് വരുന്നത് മനസ്സിൽ. പക്ഷേ അത് 9.8 തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. പല പ്ലാനറ്റിൽ പല ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും എന്നുള്ള ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ ഭൂമിയിൽ തന്നെ നമ്മൾ സർഫസിൽ നിൽക്കുവാണെങ്കിൽ 9.8 ആണെങ്കിൽ ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. ഇപ്പോൾ ഞാൻ എവറസ്റ്റിൻ്റെ മുകളിൽ നിൽക്കുവാണെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നു. അതെങ്ങനെ കുറയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടായിരിക്കും ഇന്നത്തെ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് സെഷൻ കാണണം എന്നുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ മതി. ആ സെഷൻ്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ ഈ ചാപ്റ്ററിൻ്റെയും മറ്റുള്ള എല്ലാ ചാപ്റ്ററിൻ്റെയും ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് കാണണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ ഹൈറ്റിനനുസരിച്ച് എങ്ങനെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറുന്നു എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ ഡെപ്തിനനുസരിച്ച് എങ്ങനെ മാറുന്നു, ഭൂമിയുടെ ഷേപ്പിനനുസരിച്ച് എങ്ങനെ മാറുന്നു, റൊട്ടേഷൻ അനുസരിച്ച് എങ്ങനെ മാറുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെഷൻ തുടങ്ങുന്ന മുന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്തോട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഇഷ്ടത്തോടെ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും. വളരെ എളുപ്പമായിരിക്കും ഈ സബ്ജക്ട്. ആൻഡ് ബേസിക്സ് തറവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്കും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വളരെ എളുപ്പമായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദയവേത് അത് കമൻസിൽ ഒന്ന് എഴുതുക. ഞാൻ കമൻസ് വായിച്ചിട്ട് ഉത്തരം തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ നോട്ട്സ് വേണം എന്നുള്ള കുട്ടികൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. ആ സമയത്ത് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ബോർഡിലുള്ള കാര്യങ്ങൾ നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കുക. അതാണ് ബെസ്റ്റ് മെത്തേഡ് നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോകാം. നമ്മൾ പറഞ്ഞായിരുന്നു വേരിയേഷൻ ഇൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഭൂമിയിൽ എല്ലാ സ്ഥലത്തും 9.8 ആവണമെന്നില്ല. പല സ്ഥലത്ത് പോകുമ്പോൾ പല രീതിക്കായിരിക്കും മാറുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ സെഷനിൽ അവസാനം ഡിസ്കസ് ചെയ്തത്. അതിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ഇവിടെ നമ്പർ 2 ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്പർ 1 നമ്മൾ പറഞ്ഞത് എഫക്ട് ഡ്യൂ ടു ഹൈറ്റ് ആയിരുന്നു. അതായത് ഉയരം കൂടുമ്പോൾ എങ്ങനെയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നത് എന്നുള്ള കാര്യമായിരുന്നു പഠിച്ചത്. അവിടെ നമ്മൾ ഒരു എക്സ്പ്രഷൻ എഴുതിയായിരുന്നു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ്, അതിന് GH എന്ന് എഴുതുവാണെന്നുണ്ടെങ്കിൽ അത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G അല്ലെങ്കിൽ 9.8 എന്നുള്ള വാല്യൂ ഇൻറ്റു 1 - 2h ഡിവൈഡഡ് ബൈ R എന്നുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ അവിടെ എഴുതിയായിരുന്നു. H എന്ന് പറയുന്നത് എത്ര ഹൈറ്റ് നമ്മൾ പോകുന്നു എന്നുള്ളതും R എന്നുള്ളത് ഭൂമിയാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഭൂമിയുടെ റേഡിയസ് ആണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും ആയിരിക്കും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരു ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ. അതായത് നോർമൽ Gയിൽ നിന്നും കുറച്ച് കുറവായിരിക്കും ഹൈറ്റ് കൂടുന്തോറും. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫക്ട് ഡ്യൂ ടു ഡെപ്ത് ആണ്. അതായത് ഒരാൾ കുഴിച്ച് ഭൂമിയുടെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെ മാറുന്നു എന്നുള്ളതായിരിക്കും. അപ്പോൾ ബേസിക്കലി നമ്മൾ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഹൈറ്റ് കൂടുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയുന്നു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ലോജിക്കലി ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? കുഴിച്ച് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടും എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ പ്രാക്ടിക്കലി അങ്ങനെയല്ല സംഭവിക്കുന്നത്. ശരിക്കും ആൾക്കാരെ കുഴിച്ച് നോക്കിയപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വീണ്ടും കുറയുവാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ സർഫസിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ആണ്. മുകളിലോട്ട് പോയാലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നു, താഴോട്ട് പോയാലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നതായിട്ടാണ് കണ്ടത്. അത് എങ്ങനെ കുറയുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ഇഫ് ആൻ ഓബ്ജെക്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് d ബിലോ ദ സർഫസ് ഓഫ് എ പ്ലാനറ്റ് വിത്ത് മാസ് m ആൻഡ് റേഡിയസ് r. ഒരു വസ്തു ഉണ്ട്, ആ വസ്തു ഇത് ഭൂമിയാണെന്ന് വിചാരിക്കാം. ഏത് പ്ലാനറ്റ് വേണോ ആയിക്കോട്ടെ, ഭൂമിയാണ് നമുക്ക് ഇവിടെ പ്രാധാന്യം. അപ്പോൾ ഭൂമിയുടെ റേഡിയസ് 6ഉം മാസ് m ആണെങ്കിൽ ആ സർഫസിൽ നിന്നും കുഴിച്ച് ഒരു d ഡിസ്റ്റൻസ് അകത്ത് കുഴിച്ച് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പോയി നിൽക്കുവാണ് ഒരു ഓബ്ജക്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ നിൽക്കുന്ന പോയിന്റിൽ നിന്നും ഞാനൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് r - d ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓബ്ജക്റ്റ് നിൽക്കുവാണ്. ഓക്കെ, ദ ബോഡി അറ്റ് D എക്സ്പീരിയൻസസ് GH വേണ്ട GD എന്ന് നമുക്ക് എഴുതാം. കാരണം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ പർട്ടിക്കുലർ ഡെപ്ത് എന്നുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ ആ പർട്ടിക്കുലർ സ്ഥലത്ത് GD അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു വിത്ത് ദ ഫോഴ്സ് ഡ്യൂ ടു ദ ഇന്നർ സ്ഫിയർ ഓഫ് റേഡിയസ് r - d. ആ ഫോഴ്സ് അവിടെ എന്തുകൊണ്ടായിരിക്കും വരുന്നത്? ആ ഇന്നർ സ്ഫിയർ കാരണമായിരിക്കും അവിടുത്തെ ഫോഴ്സ് വരുന്നത്. കാരണം തുരന്ന് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മുകളിലുള്ള ഇത്രയും ഏരിയ, ഈ ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിക്കാൻ പോകുന്ന ഏരിയ, അത്രയും ഏരിയയുടെ എഫക്റ്റ് പിന്നെ വരത്തില്ല. ഓക്കെ, കാരണം എന്താ? ഇവിടെ അകത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വെളിയിലോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ എഫക്റ്റ് ഒന്നും വരത്തില്ല. പകരം ഈ അകത്തുള്ള സ്ഫിയറിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ഇതിൽ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഉള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ശ്രദ്ധിക്കാം, നമുക്ക് GD എന്ന് ഞാൻ എഴുതുവാണ്. ജിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, G × m' ഡിവൈഡഡ് ബൈ r - d the whole square.
എം ഡാഷ് എന്ന് പറയുന്നത് ഈ r-d ഉള്ള സ്ഫിയറിന്റെ മാസ് ആണ്. ഓക്കെ, ടോട്ടൽ മാസ് m ആണെന്ന് നമ്മൾ പറഞ്ഞു, ടോട്ടൽ റേഡിയസ് r ആണെന്ന് പറഞ്ഞു. തുരന്ന് d ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉള്ള റേഡിയസ് എന്ന് പറയുന്നത് r-d ആണ്, അതിന്റെ സ്ക്വയർ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. അവിടെ ഉള്ള മാസ് ആണ് എം ഡാഷ് എന്ന് പറയുന്നത്. ഇനി ഈ എം ഡാഷ് എങ്ങനെയായിരിക്കും വരിക എന്ന് നമുക്ക് നോക്കാം. മാസ് ഓഫ് സ്ഫിയർ വിത്ത് റേഡിയസ് r-d എന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, അത് എം ഡാഷ് ആണ്. എം ഡാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം എപ്പോഴും ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആയിരിക്കും മാസ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് അതിന്റെ എക്സ്പ്രഷൻ വരുന്നത്? ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആയിരിക്കും. അപ്പോൾ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാസ് ഇസ് ഇക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, വോളിയം, ഈ സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ 4/3 പൈ r ക്യൂബ്ഡ് ആണ്. r എന്ന് പറയുന്നത് ഇവിടെ r-d ആണ്. അപ്പോൾ r-d ദി ഹോൾ ക്യൂബ്ഡ് ആണ് ഇൻറ്റു ഡെൻസിറ്റി. നമ്മൾ കഴിഞ്ഞ ദിവസം മീൻ ഡെൻസിറ്റി ഓഫ് എർത്ത് നമ്മൾ പറഞ്ഞായിരുന്നു 5500 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുള്ള വാല്യൂ ആണ്. അതിനെ ഞാൻ റോ എന്ന് എഴുതുവാണ്. അതാണ് അവിടെ ഉള്ള ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ഈ എം ഡാഷിനെ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജി ഡി എന്തായിട്ട് കിട്ടും? g ഇൻറ്റു 4/3 പൈ r-d ദ ഹോൾ ക്യൂബ് ഇൻറ്റു റോ ഡിവൈഡഡ് ബൈ r-d ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇതിൽ r-d സ്ക്വയറും ഇവിടെ ഉള്ള രണ്ട് r-dയും കട്ടായി പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? ജി ഡി ബാക്കിയുള്ള വാല്യൂസ് എല്ലാം ഇവിടെ നോക്കുക. ഈ ജി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, 4/3 പൈയും ഒരു കോൺസ്റ്റന്റ് ആണ്, ഈ റോ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അതായത് അവിടെ ഉള്ള മീൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞ സാധനം ഭൂമിക്ക് ചുറ്റും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? ജി ഡി ഈസ് പ്രൊപ്പോർഷണൽ ടു r-d എന്ന് എനിക്ക് എഴുതാം. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ജി ഡി എന്ന് പറയുന്നത് എത്രത്തോളം ഡെപ്ത് പോകുന്നോ അതിന് പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഡെപ്ത് കൂടുന്തോറും ഈ വാല്യൂ കുറഞ്ഞായിരിക്കും വരുന്നത്. ഇപ്പം ഈ r എന്ന് പറയുന്നത് നമുക്കറിയാം 6300 കിലോമീറ്റർ ആണ് എർത്തിൻ്റെ റേഡിയസ്. ഈ ഡെപ്ത് എന്ന് പറയുന്നത് ഞാൻ പറയണം ആദ്യം 10 കിലോമീറ്റർ കുഴിച്ച് കഴിഞ്ഞാൽ ഈ r-d എന്നുള്ളത് 6290 ആയി. 100 കിലോമീറ്റർ കുഴിച്ച് കഴിഞ്ഞാൽ എന്തായി? 6200 ആയി. 200 കിലോമീറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ 6100 ആയി. അപ്പോൾ ഡെപ്ത് കൂടുന്തോറും ഈ വാല്യൂ കുറയും. ഈ വാല്യൂ കുറയും തോറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആ പോയിന്റിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നുള്ളത് കുറഞ്ഞു വരും. ഇനി ശ്രദ്ധിക്കുക, ഞാൻ ജി ഡി ഡിവൈഡഡ് ബൈ ജി എഴുതുവാണ്. ഓക്കെ, അപ്പോൾ എന്തായി? എനിക്കറിയാം ജി എന്നുള്ളത് gm ഡിവൈഡഡ് ബൈ r ക്യൂബ്ഡ് ആണെന്ന് അറിയാം. ജി ഡി ഇതാ ഇവിടെ എഴുതിയതേ ഉള്ളൂ. ഓക്കെ, ജി ഇൻറ്റു 4/3 പൈ ഇൻറ്റു r-d ഇൻറ്റു റോ, ഇതാണ് ജി ഡി ഡിവൈഡഡ് ബൈ gm ഡിവൈഡഡ് ബൈ r സ്ക്വയർ എന്നുള്ളത് എനിക്കറിയാം. ഈ എമ്മിന് പകരം എനിക്ക് 4/3 പൈ r ക്യൂബ്ഡ് ഇൻറ്റു റോ എന്ന് എഴുതാം. മാസ് ഇൻറ്റു വോളിയം എന്നുള്ളതാണ്. അപ്പോൾ 4/3 പൈ r ക്യൂബ്ഡ് ഇൻറ്റു റോ, അതാണ് മാസ്. വോളിയം ഇൻറ്റു ഡെൻസിറ്റി, അതാണ് മാസ്, ഡിവൈഡഡ് ബൈ r സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും കട്ടായി പോയി, ഇത് 6 ആയി. ഓക്കെ, അപ്പോൾ ബാക്കി ഈ ടോട്ടൽ ഇക്വേഷൻ എനിക്ക് എഴുതി കഴിഞ്ഞാൽ 4/3 കട്ടാവും, പൈയും കട്ടാവും, റോയും കട്ടാവും, ജിയും കട്ടാവും. അപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്? r-d ഡിവൈഡഡ് ബൈ r ആയിരിക്കും ജി ഡി ഡിവൈഡഡ് ബൈ ജി എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ എനിക്ക് ജി ഡി എന്നുള്ളത് എന്ത് കിട്ടും? ജി ഇൻറ്റു r-d ഡിവൈഡഡ് ബൈ r. ഇതിന് ഞാൻ സെപ്പറേറ്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? r/r എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 - d/r എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എത്രത്തോളം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡെപ്ത് അറിയാം എന്നുണ്ടെങ്കിൽ ആ ഡെപ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് എടുത്തിട്ട് അതിനെ 1-ൽ നിന്ന് മൈനസ് ചെയ്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഏത് ഡെപ്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേണോ നമുക്ക് കിട്ടും. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഉള്ള ഇക്വേഷൻ നോക്കുക. നമുക്ക് ഹൈറ്റ് കൂടിയപ്പോൾ ഉള്ള ഇക്വേഷൻ ആയിരുന്നു. എത്ര ഉയരത്തിൽ പോകുമ്പോൾ ഉള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GH = g × 1 - 2h ഡിവൈഡഡ് ബൈ r ആയിരുന്നു. ഇവിടെ g × 1 - d ഡിവൈഡഡ് ബൈ r ആണ്. ഈ വ്യത്യാസം ഓർത്ത് വയ്ക്കുക. അപ്പോൾ എത്രത്തോളം കുഴിഞ്ഞു പോയാലും അത്രയും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും ചെയ്യുന്നത്. Therefore, the acceleration due to gravity decreases with increase in depth. Okay, at the center. ഞാൻ കുഴിച്ച് ഇതാണ് ഭൂമി എന്ന് വിചാരിക്കുക. ഇവിടെ നിന്നും കുഴിച്ച് ഒരാൾ സെന്ററിൽ എത്തി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താ അർത്ഥം? സെൻറ്ററിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും എനിക്ക് എന്ത് പറയാം? d = r എന്ന് പറയാം, വിച്ച് മീൻസ് ജി ഡി എന്ന് പറയുന്നത്, അതായത് ആ സെൻറ്ററിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് g × 1 - d/r ആണ്. d/r എന്ന് പറയുന്നത് dr തന്നെയാണ്. അപ്പോൾ 1 - 1 തന്നെ ആയിരിക്കും. അപ്പോൾ g × 0 ആയിരിക്കും. അതായത് അവിടെ ഉള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ തുറന്ന് ഭൂമിയുടെ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അയാൾക്കുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതെങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രാക്ടിക്കലി ആലോചിച്ച് നോക്കുക. ഇതാണ് ഭൂമി എന്ന് വിചാരിച്ചോളാം.
ഓക്കെ, അയാൾ സർഫസിൽ നിൽക്കുമ്പോൾ, ഒരു ഒബ്ജക്റ്റ് സർഫസിൽ നിൽക്കുമ്പോൾ ആ ഒബ്ജക്റ്റിനെ സെന്ററിലോട്ട് ഭൂമി പിടിച്ച് വലിക്കുന്നു. ഓക്കെ, പക്ഷേ ആ ഒബ്ജക്റ്റ് നടുക്കെത്തിക്കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, ആ ഒബ്ജക്റ്റ് നടുക്കെത്തി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തുള്ള മാസ് ഇവിടെ താഴോട്ട് നോക്കുമ്പോൾ ഇത് മുതൽ ഇതുവരെ മാസ് ഉണ്ട്. ഓക്കെ, അത് ഇങ്ങോട്ടായിരിക്കും പിടിച്ച് വലിക്കുന്നത്. മുകളിലോട്ട് നോക്കുമ്പോൾ ഇത് മുതൽ ഇതുവരെ മാസ് ഉണ്ട്, അത് അങ്ങോട്ടായിരിക്കും പിടിച്ച് വലിക്കുന്നത്. ഇടത്തോട്ട സൈഡ് നോക്കുമ്പോൾ ഇത് മുതൽ ഇതുവരെ ആയിരിക്കും മാസ്, അത് അങ്ങോട്ട് പിടിച്ച് വലിക്കും. ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ അത്രയും മാസ് ഉണ്ട്, അത് അങ്ങോട്ട് പിടിച്ച് വലിക്കും. അങ്ങനെ എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയി സെന്ററിലുള്ള ഒരു വസ്തുവിനെ ഭൂമി പിടിച്ച് വലിക്കുമായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആയി പോകുന്നത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ലോസ് ഓഫ് വെയിറ്റ് ഡ്യൂ ടു ഹൈറ്റ് ആൻഡ് ഡെപ്ത്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ഹൈറ്റ് കൂടിയാലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നു, ഡെപ്ത് കൂടിയാലും, കുഴിച്ചു പോയാലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, സിൻസ് ജി റെഡ്യൂസസ് വിത്ത് ഹൈറ്റ് ഓൺ ഓർ ഡെപ്ത്, സോ ഡസ് വെയിറ്റ്. അപ്പോൾ വെയിറ്റും കുറയും. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റും കുറയും. എനിക്ക് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? mg ആണ്. എൻ്റെ തൂക്കം 50 കിലോ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭാരം എന്ന് പറയുന്നത് 50 × g 50 × 10 9.8 അല്ലെങ്കിൽ 10 എന്ന് എനിക്ക് പറയാം. 500 ന്യൂട്ടൺ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഞാനിപ്പോൾ പറയുകയാണ്, ഞാൻ എവറസ്റ്റിൻ്റെ മുകളിൽ പോയാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9 ആയി എന്ന് വിചാരിക്കാം. 9.8 പകരം കുറഞ്ഞ് 9 ആയി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ വെയിറ്റ് 50 × 10 പകരം എന്താവും? 50 × 9 ആവും. അത്രയും എൻ്റെ വെയിറ്റും കുറയും. അപ്പോൾ എത്രയാണോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നത് അതിനനുസരിച്ച് വെയിറ്റും കുറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്കറിയാം GHൻ്റെയും GDയുടെയും വാല്യൂ അറിയാം. GH എന്ന് പറയുന്നത് G × 1 - 2h / r ആണെന്ന് നമുക്കറിയാം. അതേപോലെ GD എന്ന് പറയുന്നതും G × 1 - d / r ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് WD എന്ന് പറയുന്നത് m × GD ആയിരിക്കും. ഡെപ്തിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ഡെപ്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. അതേപോലെ WH എന്ന് പറയുന്നത് m × GH ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനെ എനിക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, WH എഴുതി കഴിഞ്ഞാൽ ഹൈറ്റിലുള്ള ഒരു പർട്ടിക്കുലർ ഹൈറ്റിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ അറിയാം? ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പോവാണ്. m × GH ആണ്. GH ഇവിടെ ഉണ്ട്. അപ്പോൾ m × G × 1 - 2h / r ആണെന്ന് എനിക്കറിയാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ mg × 1 - mg × 2h / r -2mgh / r എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഓൾറെഡി mg വെയിറ്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് എത്ര വെയിറ്റ് കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വെയിറ്റ് ആയിരിക്കും കുറഞ്ഞത്. അപ്പോൾ ഞാൻ ആ ലോസ് ഓഫ് വെയിറ്റ് എഴുതാൻ പോവാണ്. ലോസ് ഓഫ് വെയിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു, എനിക്ക് എന്ത് പറയാം? 2mgh / r ആയിരിക്കും. അപ്പോൾ എത്ര വെയിറ്റ് കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ വാല്യൂ ആയിരിക്കും എഴുതേണ്ട ഹൈറ്റിനനുസരിച്ച്. ഓക്കെ, ഇനി അടുത്ത അതേപോലെ ഡെപ്തിനനുസരിച്ച് എത്ര വെയിറ്റ് കുറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. WD എന്ന് പറയുന്നത് GD × m ആണ്. m × GD ആണ്. അത് ഞാൻ എഴുതി കഴിഞ്ഞാൽ m × GDക്ക് പകരം G × 1 - d / r ആണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ mg - mgd / r എന്ന് എനിക്ക് എഴുതാം. ഇവിടെ ലോസ് ഓഫ് വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി mg വെയിറ്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്നും കുറഞ്ഞത് ഇത്രയും വെയിറ്റ് ആണ്. അപ്പോൾ അവിടുത്തെ ലോസ് ഓഫ് വെയിറ്റ് ഞാൻ എഴുതാൻ പോവാണ്. mgd / r ആയിരിക്കും. അപ്പോൾ എത്രത്തോളം ഡെപ്ത് പോയാൽ എത്ര വെയിറ്റ് കുറയും എന്നുള്ളത് എനിക്ക് ഡയറക്റ്റ്ലി, ഹൈറ്റ് പോയാൽ എത്ര വെയിറ്റ് കുറയും എന്നുള്ളത് എനിക്ക് ഇതിൽ നിന്ന് എഴുതാം, ഡെപ്ത് പോയാൽ എത്ര വെയിറ്റ് കുറയും എന്നുള്ളത് എനിക്ക് ഇതിൽ നിന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. വെയിറ്റ്ലെസ്നെസ് ഡ്യൂ ടു ഹൈറ്റ്. എപ്പോഴായിരിക്കും വെയിറ്റ്ലെസ്നെസ് ഉണ്ടാവുന്നത്? എത്ര ദൂരം മുകളിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് 0 ആവും എന്നുള്ളതാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ഇവിടെ എനിക്ക് 0 ആവണമെന്നുണ്ടെങ്കിൽ ഇതാണ് വെയിറ്റിന്റെ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞു. WH എന്ന് പറയുന്നത് mg - 2mgh / r ആണ്. ഇത് 0 ആവണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? വിച്ച് മീൻസ് ദാറ്റ് mg ഈസ് ഈക്വൽ ടു, ഇതിന് ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2mgh / r. mgയും കട്ട് ചെയ്ത് പോയി. ഓക്കെ, ആറിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? h = r/2. അപ്പോൾ എർത്തിന്റെ റേഡിയസിന്റെ പകുതി ഓളം ഹൈറ്റ് ഞാൻ പോയി കഴിഞ്ഞാൽ, എർത്തിന്റെ റേഡിയസ് എനിക്കറിയാം 6300 കിലോമീറ്റർ ആണ്. അതിന്റെ പകുതി, അതായത് 3150 കിലോമീറ്റർ ഉയരത്തിലോട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ അവിടെ എനിക്ക് വെയിറ്റ്ലെസ്നെസ് അനുഭവപ്പെടും. എനിക്ക് വെയിറ്റ് 0 ആയ പോലെ തോന്നും. ഓക്കെ, ഇനി നെക്സ്റ്റ് വെയിറ്റ്ലെസ്നെസ് ഡ്യൂ ടു ഡെപ്ത് നമുക്ക് നോക്കാം. അവിടെ എന്താ വരുന്നത്? WD = 0 എന്നാണ് വരേണ്ടത്. അതായത് mg - mgd / r = 0. ഇത് ഞാൻ എഴുതി കഴിഞ്ഞാൽ mg = mgd / r. ഓക്കെ, mg കട്ട് ചെയ്ത് പോയി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഡെപ്ത് = റേഡിയസ്. അതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതായത്
എത്ര ഡെപ്ത് കുഴിക്കണം? റേഡിയസ് അത്രയും ഡെപ്ത് കുഴിക്കണം. റേഡിയസ് അത്രയും ഡെപ്ത് കുഴിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ സെൻട്രലിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0 ആണ്, അല്ലെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് വെയിറ്റ്ലെസ്നെസ് അനുപാതം വെയിറ്റ് എന്താണ്? mg ആണ്. m ഇൻറ്റു അവിടെ ഉള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. അപ്പോൾ 0 ആയിരിക്കും. അതായത് വെയിറ്റ്ലെസ്നെസ് എനിക്ക് അനുഭവപ്പെടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ്ലെസ്നെസ്സിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാനം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. എഫക്ട് ഡ്യൂ ടു സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഒമേഗ. ഓക്കെ, ഇനി നമ്മൾ ആദ്യം എഫക്ട് ഡ്യൂ ടു ഹൈറ്റ് പറഞ്ഞു. ഉയരം പോകുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്ര കുറയും എന്നുള്ളത്, അല്ലെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര കുറയും എന്നുള്ളത് അത് ഇവിടെ പറഞ്ഞു. അതിന്റെ ലോസ് ഓഫ് വെയിറ്റ് പറഞ്ഞു. അതേപോലെ ഡെപ്ത് പോകുമ്പോൾ, കുഴിച്ച് താഴെ പോകുമ്പോൾ എത്രത്തോളം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും എന്ന് പറഞ്ഞു. അതിന്റെ ലോസ് ഓഫ് വെയിറ്റ് നമ്മൾ ഇവിടെ പറഞ്ഞു. അതേപോലെ മറ്റുള്ള കാരണങ്ങളാൽ എങ്ങനെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഒമേഗ, എത്ര വേഗത്തിൽ ഭൂമി ചുറ്റുന്നു എന്നുള്ളത് അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ട് വരുന്നു. ആൻഡ് ഷേപ്പ് ഓഫ് എർത്ത് തീറ്റ. ഓക്കെ, എന്ത് ഷേപ്പിലാണ് എർത്ത് ഇരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഷേപ്പ് ഓഫ് എർത്തിന്റെ കൂടെ എനിക്ക് ലാറ്റിറ്റ്യൂഡ് എന്ന് വേണമെങ്കിലും പറയാം. തീറ്റ എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡാണ്. നമുക്കറിയാം ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയെ ഹൊറിസോണ്ടലായി ഞാൻ വരച്ച് കാണിക്കുന്ന വരികളാണ്, സ്ട്രെയിറ്റ് ലൈൻസിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് മാറുന്നതനുസരിച്ച് തീറ്റ മാറി. അങ്ങനെ ലാറ്റിറ്റ്യൂഡ് മാറുമ്പോൾ എങ്ങനെയായിരിക്കും ഭൂമിയുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറുന്നത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കുക, ഇതിനൊരു പർട്ടിക്കുലർ ഇക്വേഷൻ ഉണ്ട്, ജി തീറ്റ എന്ന് ഞാൻ എഴുതുവാണ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലുള്ളതാണ്. അവിടെ ഉള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് നോർമൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് എർത്തിന്റെ സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ 9.8 എന്ന് വിളിക്കുന്ന സാധനം ഇൻറ്റു 1 മൈനസ് r ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ആയിരിക്കും. ഇതെങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷേ ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ജി തീറ്റ ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് r ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇക്വേഷൻ. വേർ r ഇസ് റേഡിയസ് ഓഫ് എർത്ത്. എത്രയാണ് റേഡിയസ് ഓഫ് എർത്ത് എന്നുള്ളത് r ആണ് നമ്മൾ പറയുന്നത്. തീറ്റ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഒമേഗ ഇസ് ദി സ്പീഡ് ഓഫ് റൊട്ടേഷൻ. ഇനി ശ്രദ്ധിക്കുക, അറ്റ് ഇക്വേറ്ററിൽ ഞാൻ പറയുവാണ്, ഇക്വേറ്ററിൽ എനിക്കറിയാം ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ആണ്. അതായത് ആ നടുക്കിരിക്കുന്ന പാർട്ടാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഭൂമി വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ജിയോയിഡ് ഷേപ്പാണ് വരയ്ക്കുന്നത്. ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത്രയും നേരം ഭൂമി ഒരു സർക്കിൾ ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു സ്ഫിയർ ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ ഉണ്ടാക്കിയേക്കുന്നത് ഭൂമി ഒരു ജിയോയിഡ് ഷേപ്പാണ്, അതായത് കറക്റ്റ് ഷേപ്പിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഷേപ്പിൽ എനിക്കറിയാം ഈ നടുക്കുള്ള ഫ്ലാറ്റ് ലൈൻ ആണ് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തീറ്റ 0 ആണ്. അപ്പോൾ അറ്റ് ഇക്വേറ്റർ തീറ്റ ഇസ് ഈക്വൽ ടു 0, വിച്ച് മീൻസ് ദാറ്റ് ജി ഇസ് ഈക്വൽ ടു, ഈ തീറ്റ 0 ആയിക്കഴിഞ്ഞാൽ ഈ കോസ് സ്ക്വയർ തീറ്റ എന്നുള്ളത് 1 ആയിരിക്കും. അങ്ങനെ കോസ് സ്ക്വയർ തീറ്റ 1 ആയിക്കഴിഞ്ഞാൽ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1 ആയി, ഇത് 1 ആയി. അങ്ങനെയാണെങ്കിൽ ജി ഇൻറ്റു 1 ജി മൈനസ് ജി ഇൻറ്റു ആർ ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ ജി. ജിയും ജിയും കട്ട് ചെയ്തു പോകും. അപ്പോൾ ഇവിടെ ആർ ഒമേഗ സ്ക്വയർ രണ്ടാമത്തെ ടേം. അപ്പോൾ ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ ആയിരിക്കും. ജി ഇസ് ഇക്വൽ ടു ജി തീറ്റ ഇസ് ഇക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി അതേപോലെ പോൾസിൽ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, തീറ്റ എത്രയായി? 90 ഡിഗ്രി ആയി. അങ്ങനെയാണെങ്കിൽ എന്തായി? ജി തീറ്റ ഇസ് ഈക്വൽ ടു ജി, ഈ ഇക്വേഷൻ എന്തായി മാറി? കോസ് 90 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇത് 0 ആയി കഴിഞ്ഞു, ബാക്കി ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജി തീറ്റ ഇസ് ഈക്വൽ ടു ജി ആയിട്ട് മാറി. ഇതിന്റെ അർത്ഥം എന്താണ്? ശ്രദ്ധിക്കുക, പോൾസിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി തന്നെയാണ്, 9.8 തന്നെയാണ്. പക്ഷേ ഇക്വേറ്ററിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ജി മൈനസ് ഒരു വാല്യൂ ആണ്, അതായത് 9.8 നിന്നും കുറവാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ? ഇക്വേറ്ററിൽ പോൾസിനെക്കാട്ടിലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും. ഇതും നിങ്ങൾക്ക് ലോജിക്കലി ചിന്തിച്ച് മനസ്സിലാക്കാം. ശ്രദ്ധിക്കാം, ഇവിടെ നമ്മൾ ഇക്വേറ്റർ ഇവിടെ പറയുവാണ്, ഞാൻ പറയുവാണ് ഇവിടെ ഒരു മനുഷ്യൻ നിൽക്കുവാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് സെന്ററിൽ നിന്നും ദൂരം കൂടുതലാണ്. സെന്ററിൽ നിന്നും ദൂരം കൂടുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? ആർ കൂടി കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയും. കാരണം എന്താ? നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ആർ കൂടിയാൽ താഴെയുള്ള ഡിനോമിനേറ്റർ കൂടുന്നു, അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയുന്നു. അതായത് പോൾസ് ആണെങ്കിൽ ഇവിടെ ഒരു മനുഷ്യൻ നിൽക്കുവാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് സെന്ററിലുള്ള ദൂരം ഇയാളെയും കാട്ടിലും ഇയാൾക്ക് കുറവാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലായിരിക്കും. കാരണം എന്താ? ആർ കുറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് കൂടുതലായിരിക്കും. അത് കാരണം ഇയാൾക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലായിരിക്കും, ഇയാൾക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും. ഓൾറൈറ്റ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ബോർഡിലുള്ള കാര്യങ്ങൾ നോട്ട്സ് ആയിട്ട് എഴുതിയെടുത്തോളാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ നോട്ട്സ് എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, എന്നിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ദ ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് ജി അറ്റ് എ ഹൈറ്റ് h ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് is the same as a depth x below the surface of it, obtain the relationship between h and x.
പറഞ്ഞേക്കുന്ന ഇതാണ്, എർത്ത് ഉണ്ട്, ഭൂമിയിൽ നിന്നും ഒരു h ഹൈറ്റിൽ ഒരു ഓബ്ജക്റ്റ് ഇരിക്കുവാണ്, ഈ ഹൈറ്റ് h എന്ന് പറഞ്ഞു. അതേപോലെ അതേ ഓബ്ജക്റ്റ് ഒരു x ഡെപ്തിൽ കുഴിച്ചു പോയിട്ട് അവിടെ നിൽക്കുന്നു. ആ രണ്ട് സ്ഥലത്തും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ചേഞ്ച്, അതായത് ചേഞ്ച് ആയി എത്ര വാല്യൂ കിട്ടുന്നു ആ പർട്ടിക്കുലർ പ്ലേസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിനും ഹെച്ചിനും ഉള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എ ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം സെയിം ഹൈറ്റ് ബോത്ത് ഫ്രം പോൾ ആൻഡ് ഇക്വേറ്റർ, വേർ വിൽ ഇറ്റ് ഹിറ്റ് ദ ഗ്രൗണ്ട് ഫാസ്റ്റർ? എപ്പോഴായിരിക്കും വേഗം വന്ന് തറയിൽ മുട്ടുന്നത് എന്നുള്ളതാണ് ചോദ്യം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ ഗ്രാഫ് ബിറ്റ്വീൻ ജി ആൻഡ് ദ വേരിയേഷൻ ഓഫ് ഡെപ്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എൻ ഒബ്ജക്ട്. ഡെപ്തിനും ഹൈറ്റിനും അനുസരിച്ച് എങ്ങനെ വേരിയേഷൻ സംഭവിക്കുന്നു എന്നുള്ളത്. വീഡിയോ ഒന്ന് പോസ് ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഫോളോ അലോങ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു എക്സ് ഡെപ്തിൽ പോയി. ഓക്കെ, അപ്പോൾ ഡെപ്തിലുള്ള ഇക്വേഷൻ നമുക്കറിയാം, ജി ഡി എന്ന് നമ്മൾ എഴുതിയായിരുന്നു. ജി ഇൻറ്റു 1 മൈനസ് ഡി ഡിവൈഡഡ് ബൈ എച്ച്, ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റൻസ്, അപ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ ആർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അതേപോലെ ഒരു ഹൈറ്റ് h ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ, മറ്റേ h ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അവിടെ ഉള്ള ജി h എന്നുള്ളത് നമ്മൾ എക്സ്പ്രഷൻ നേരത്തെ എഴുതിയായിരുന്നു, ജി ഇൻറ്റു 1 മൈനസ് 2h ഡിവൈഡഡ് ബൈ ആർ. ക്വസ്റ്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് ജി അറ്റ് ഹൈറ്റ് h ഇസ് ദ സെയിം ആസ് ഡെപ്ത് x എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജി ഡി ഇസ് ഈക്വൽ ടു ജി h എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ജി ഇൻറ്റു 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ഡിവൈഡഡ് ബൈ ആർ എന്നുള്ളത് നമുക്ക് എഴുതാം. ഓക്കെ, ജിയും കട്ട് ചെയ്ത് പോകും. ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ ആർ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു ആർ മൈനസ് 2h ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. ഈ ആറും കട്ട് ചെയ്ത് പോകും, ഈ ആറും കട്ട് ചെയ്ത് പോകും. നെഗറ്റീവ് മാറ്റി കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 2h. ഇതായിരിക്കും എനിക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, പോളിൽ നിന്നും ഒരു വസ്തു താഴെ ഇട്ടു, അതേ വസ്തുവിനെ ഇക്വേറ്ററിൽ കൊണ്ടുപോയി അതേ ഹൈറ്റിൽ നിന്നും താഴെ ഇട്ടു, ഏതാണ് വേഗം വന്ന് മുട്ടുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമുക്കിവിടെ നിന്ന് എന്തറിയാം, ശ്രദ്ധിക്കുക, ഈ എക്സ്പ്രഷൻ നമ്മൾ ജി തീറ്റ പറഞ്ഞായിരുന്നു, അത് ഇക്വേറ്ററിലാണെങ്കിൽ ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ എന്നുള്ളത് എഴുതി, പോളിലാണെങ്കിൽ ജി തന്നെയാണ്. അപ്പോൾ ജീനെക്കാട്ടിലും കുറച്ച് കുറവാണ് ഇക്വേറ്ററിൽ, അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇക്വേറ്ററിൽ കുറവാണ്, പോളിൽ കൂടുതലാണ്. അപ്പോൾ വസ്തു വിട്ട് കഴിഞ്ഞാൽ പോളിൽ ആദ്യം വന്ന് ഇടിക്കും, അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് തറയിലോട്ട് വരും. അതേസമയം ഇക്വേറ്ററിൽ കുറച്ച് പതുക്കെ തറയിൽ വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വേർ വിൽ ഇറ്റ് ഹിറ്റ് ദ ഗ്രൗണ്ട് ഫാസ്റ്റർ എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ പോൾ എന്നാണ്. ഓക്കെ, മൂന്നാമത്തത് നമുക്ക് നോക്കാം, ഡ്രോ ഗ്രാഫ് ബിറ്റ്വീൻ ജി ആൻഡ് വേരിയേഷൻ ഓഫ് ഡെപ്ത് ഓഫ് എൻ ഓബ്ജക്ട്. ഓക്കെ, ഡെപ്തിനനുസരിച്ച് എങ്ങനെ ഗ്രാഫ് വേരി ചെയ്യുന്നു, ഡെപ്തിനും ഹൈറ്റിനും അനുസരിച്ച് എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഞാൻ ഇത് പറയുകയാണ്, ഇത് സർഫസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ എഴുതുവാണ് സർഫസ്. ഓക്കെ, ഇങ്ങോട്ട് പോകുമ്പോൾ ഹൈറ്റ് കൂടി പോകുന്നു, സർഫസിൽ നിന്നും മുകളിലോട്ട് പോകുന്നു. ഇപ്പുറത്തോട്ട് ഡെപ്ത്, ഓക്കെ, ഭൂമിനെ കുഴിച്ച് ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, കുഴിച്ചു പോകുമ്പോൾ എനിക്കറിയാമായിരുന്നു, ഞാൻ പറഞ്ഞു ഡെപ്തിലോട്ട് പോകുമ്പോൾ ജി ഇൻറ്റു 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ആർ. ഇവിടെ ഡെപ്തിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ കുഴിച്ച് പോകുമ്പോൾ ഇത് ജി ആണെന്ന് വിചാരിക്കാം, 9.8 ജി ആണ് സർഫസിലെ വാല്യൂ. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ലീനിയർ ആയി സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ കുറഞ്ഞായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഹൈറ്റ് കൂടിയാലോ, ഹൈറ്റ് കൂടുമ്പോൾ നമ്മളിവിടെ പറഞ്ഞായിരുന്നു ജി ഇൻറ്റു 1 മൈനസ് 2h ഡിവൈഡഡ് ബൈ ആർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2h, അതായത് ഇവിടെ ഉള്ള സ്ലോപ്പിനേക്കാൾ കൂടുതൽ സ്ലോപ്പിലായിരിക്കും അങ്ങോട്ട് പോകുമ്പോൾ കുറയുന്നു. നമ്മൾ വേരിയേഷൻ ഓഫ് ജി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 3 രീതിയിൽ വേരിയേഷൻ ഉണ്ടാവും. ഹൈറ്റ് കൂടിക്കഴിഞ്ഞാലും, അതായത് മുകളിലോട്ട് പോയി കഴിഞ്ഞാലും ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. തുരന്ന് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ, ഡെപ്ത് കൂടിക്കഴിഞ്ഞാലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. അതേപോലെ ലാറ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കുറയും. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഇക്വേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ പ്രകാരം, ഈ ഇക്വേഷൻ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇക്വേറ്ററിൽ പോകുമ്പോൾ ജീൻ്റെ വാല്യൂ കുറവായിരിക്കും, പോളിൽ പോയി കഴിഞ്ഞാൽ ജീൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവേത് അത് കമൻസിൽ എഴുതുക. അതർവൈസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.